വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ ഈ വർഷം മാറിയ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ടിലെ 5ാമത്തെ അധ്യായമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മുന്നോട്ടുള്ള PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. 10th ലെവലിലുള്ള PSC പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ SCRT ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങളുണ്ടാകും. അതുകൊണ്ട് SCRT പാഠപുസ്തകങ്ങൾ നന്നായിട്ട് പഠിക്കുക. ചാനലും വീഡിയോസും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അധ്യായത്തിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനമാണ്. ഈ ഭരണ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം ഉള്ളത്. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. ഈ ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കേട്ടോ. ഡെമോസ്, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രാറ്റിയ എന്ന് പറയുന്ന പദം ഉണ്ടായത്. ഇപ്പം ഡെമോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ മീനിങ് ജനമെന്നും ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ ശക്തി അല്ലെങ്കിൽ അധികാരം എന്നുമാണ് അർത്ഥം. ഡെമോക്രാറ്റിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ചരിത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടെ ഇന്ത്യ ആണെന്ന് നമ്മൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം നൗറു ആണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ചോദിച്ചാൽ ഗ്രീസാണ്. ജനാധിപത്യത്തിൻ്റെ കളിത്തോട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാടേതാണ്? ബ്രിട്ടനാണ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിളാണ് റൂസോ എഴുതിയിട്ടുള്ള സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ബുക്ക്. സോഷ്യൽ കോൺട്രാക്റ്റ് രചിച്ചതാരാണ്? റൂസോ. നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് ബ്രിട്ടനാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ആരാണ് പരമാധികാരി? ജനങ്ങളാണ്. ജനങ്ങൾ. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അത് ഓർമ്മിച്ചു വെക്കണം. പിന്നെ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞതാരാണ്? മഹാത്മാ ഗാന്ധിയാണ്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ സർക്കാരിനെ അറിയിക്കാം. ഉദാഹരണത്തിന് വാർഡ് തലത്തിലാണെങ്കിൽ ജനങ്ങൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി ഉണ്ടാവും, ഒരു ജനപ്രതിനിധി. അപ്പോൾ വാർഡ് തലത്തിലാണെങ്കിൽ അത് മെമ്പർ ആയിരിക്കും. അപ്പോൾ ഈ മെമ്പറോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാൻ ഗ്രാമസഭകൾ സംഘടിപ്പിക്കാറുണ്ട് വാർഡ് തലത്തിൽ. അപ്പോൾ ഈ ഗ്രാമസഭകളിലാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരുടെ അടുത്ത് എന്ന് പറയുന്നത്? മെമ്പറിൻ്റെ അടുത്ത് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ വീടിനടുത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അത് കത്തുന്നില്ലെങ്കിൽ ആ കാര്യം, കുടിവെള്ളമില്ലെങ്കിൽ ആ കാര്യം, വീടില്ലാത്ത കാര്യം, ഇതൊക്കെ നമ്മൾ ചെന്ന് പറയുന്നത് വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയോടാണ്. ഈ ഭാഗത്തുനിന്ന് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഗ്രാമസഭകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 243A ഗ്രാമസഭകളെക്കുറിച്ച് പറയുന്നത്. ഗ്രാമസഭകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 243A. അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 243K ആണ്. 243Kയിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെയൊക്കെ കുറിച്ച് പറയുന്നത്. പഞ്ചായത്തിൻ്റെ കാലാവധിയെക്കുറിച്ച് പറയുന്നത് 243E ആണ്. 243E. 243I പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ്. 243I പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച്. ജനാധിപത്യത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താല്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പൊതുജനാഭിപ്രായത്തെക്കുറിച്ച് അല്ലേ. അപ്പോൾ പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം സർക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ വിഷയം ആയതുകൊണ്ടാണ് ജനങ്ങളുടെ അഭിപ്രായം ഇവിടെ സർക്കാർ മാനിക്കുന്നത്. അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്.
പൊതുജന അഭിപ്രായത്തിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും. ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും. ഇനി ആരെയാണ് നമ്മൾ ഈ പൗരസമൂഹം എന്ന് പറയുന്നത്? ലാഭമോ നഷ്ടമോ ഒന്നും കരുതാതെ സമൂഹത്തിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളോ അല്ലെങ്കിൽ സംഘടനകളോ സംഘങ്ങളോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടും, പൗരസമൂഹത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രളയം വന്ന സമയത്ത് നമ്മളൊക്കെ ഒന്നായിട്ട് ഒരുമിച്ച് നിന്നല്ലേ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അവിടെ യാതൊരു ലാഭമോ നഷ്ടമോ ഒന്നും ചിന്തിക്കാതെയാണ് ഓരോരുത്തരും പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത് ആരാണ്? ഇത്തരം ജനാധിപത്യ ശാക്തീകരണത്തിലൂടെയാണ്. അതിനെ സഹായിക്കുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം സർക്കാർ മാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് പൊതുജന അഭിപ്രായത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ്. ഇപ്പോൾ ഇവിടുന്നൊക്കെ പ്രസ്താവന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം. തന്നിരിക്കുന്നതിൽ പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല. എന്നാൽ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കുമനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ. അപ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിയെ സമൂഹത്തിലെ ഒരു അംഗമാക്കി മാറ്റുന്നതിൽ ആദ്യത്തെ നിർണായക പങ്ക് വഹിക്കുന്ന ആരാണ്? അവനവൻ്റെ കുടുംബമാണ്. കുടുംബം. അപ്പോൾ നമുക്കറിയാം, പൊതുജനാഭിപ്രായം വളർത്തുന്നതിലെ ആദ്യത്തെ ഏജൻസി എന്ന് പറയുന്നത് കുടുംബമാണ്. ഓർമ്മിച്ചു വെക്കുക, സാമൂഹീകരണത്തിൻ്റെ ആദ്യ ഏജൻസി ആരാണ്? കുടുംബം. അടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പൊതുജന അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സാമൂഹ്യ സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കുട്ടികളുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും അത് വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട്. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയൊക്കെ കുട്ടികളിൽ വളർത്തുന്നതാരാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഏജൻസി, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. സ്കൂളുകളിൽ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്ന പരിശീലന വേദികളാണ് സ്കൂൾ പാർലമെൻറ്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, കലാകായിക മേളകൾ തുടങ്ങിയവ. അടുത്തത് പൊതുജന അഭിപ്രായം രൂപപ്പെടാൻ സഹായിക്കുന്ന മറ്റൊരു ഏജൻസിയാണ് സമപ്രായക്കാരുടെ കൂട്ടം അഥവാ പീർ ഗ്രൂപ്പ്സ്. ഇനി എന്താണ് ഈ സമപ്രായ സംഘങ്ങൾ എന്ന് പറയുന്നത്? സമാനമായ പ്രായവും ഒരേ താല്പര്യങ്ങളും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയിലും സമാനത പുലർത്താറുണ്ട്. അപ്പോൾ ഇവർ എങ്ങനെയാണ് പൊതുജനാഭിപ്രായത്തിൽ ഒരേപോലെ നിൽക്കുന്നത്? കാരണം അവർ വ്യക്തിത്വം, മനോഭാവം, പെരുമാറ്റം ഇതെല്ലാം അവർ ഏകദേശം ഒരു സ്വഭാവമുള്ള ആളുകളായിരിക്കും. വ്യക്തിപരമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷതകൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, പൊതു അഭിപ്രായങ്ങൾ വളർത്താനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിൽ നിർണായക പങ്ക് ആര് വഹിക്കുന്നുണ്ട്? സമപ്രായക്കാരുടെ കൂട്ടം. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന മറ്റൊരു ഏജൻസിയാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാമൂഹിക മാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ ഇതെല്ലാം ഉൾപ്പെടും. ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മാധ്യമങ്ങളിൽ തന്നെ ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു മാധ്യമമാണ് പത്രം.
എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കാണ് പത്രങ്ങൾ വഹിക്കുന്നത്. ഇനി പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. പത്രപ്രവർത്തനത്തിൻ്റെ ഏക ലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി. പത്രങ്ങൾ വലിയൊരു ശക്തിയാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അനിയന്ത്രിതമായ തൂലിക നാശമേ ഉണ്ടാക്കൂ. ഇനി പത്രപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആള് പുറത്തു നിന്നാണെങ്കിലോ അത് നിയന്ത്രണ രാഹിത്യത്തേക്കാൾ അപകടമായിരിക്കുമെന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നത്. ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ. ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും. വിജയിക്കാത്തവയെ നിർത്തലാക്കാൻ ആർക്ക് കഴിയും? രണ്ടിൻ്റെയും നന്മ തിന്മകൾ ആര് വിധിക്കും? ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും. മനുഷ്യന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വരും. നല്ല പത്രപ്രവർത്തനമാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നാശത്തിന് കാരണമാവും എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്താൻ ആർക്ക് സാധിക്കും? പത്രങ്ങൾക്ക്. ഇപ്പോൾ പത്രങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ നാശത്തിന് അത് കാരണമാകും. അടുത്തത് റേഡിയോ ടെലിവിഷൻ. റേഡിയോയും ടെലിവിഷനും സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടിയാണ്. പത്രമാധ്യമങ്ങൾ സാക്ഷരതാ സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷരായ സമൂഹത്തിൻ്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ വായിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ പത്രങ്ങളിൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ റേഡിയോ TV അങ്ങനെയാണോ? അല്ല. ഇന്നത്തെ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ അഥവാ സാമൂഹിക മാധ്യമങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖവിലക്കെടുക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഏത് ഉപയോഗിക്കുന്നുണ്ട്? സോഷ്യൽ മീഡിയ. സെക്കൻഡുകൾക്കുള്ളിലാണ് സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നത്. അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം: ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് കേരളമാണ്. അടുത്തത് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു ഘടകം രാഷ്ട്രീയ പാർട്ടി അവയുടെ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഓരോ ജനങ്ങളുടെയും താല്പര്യം അനുസരിച്ചാണ് അവരവരുടെ ആശയങ്ങളും പാർട്ടികളും തിരഞ്ഞെടുക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പട്ടികപ്പെടുത്താറുണ്ട്. അതാണ് അവരുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ അത് അവതരിപ്പിച്ചാണ് പരമാവധി ജനപിന്തുണ അവർ ഉറപ്പാക്കുന്നത്. സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അടുത്തത് സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും. സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ജാതി മത സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി യൂണിയനുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നവയാണ്. അടുത്തത് അഭിപ്രായ വോട്ടെടുപ്പ്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ മനോഭാവം അഭിപ്രായമൊക്കെ അറിയുന്നതിനുള്ള വിവരശേഖരണമാണ് അഭിപ്രായ വോട്ടെടുപ്പിലൂടെ നടക്കുന്നത്. അടുത്തത് കല സാഹിത്യം പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ഈ കവിത കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്നതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ദുരാചാരങ്ങൾക്കെതിരെയുള്ള പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. അതുപോലെ ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയുമെല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അടുത്തത് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ. ഒന്ന്, നിരക്ഷരത. അടുത്തത് ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യരാഹിത്യവും. അടുത്തത് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. ഇതൊക്കെ എന്തിന് വിഘാതമാകുന്ന ഘടകങ്ങളാണ്? ജനാധിപത്യ ഭരണ സംവിധാനത്തിന്. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. പ്രധാനമായും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഏജൻസികളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പിന്നെ ഗ്രാമസഭ, അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്